ഏറിമേയും അവന്റെ ശരീരത്തിൽ അപകടകരമാകാത്ത, മനസ്സിലായില്ല, സാധനം നിങ്ങളിലങ്ങ് മേയും. അവനുമായി സംഘം ചേരുമ്പോൾ അവന്റെ ശരീരത്തിൽ ഇതുവരെ ടെസ്റ്റിൽ തെളിയാത്ത ഹെപ്പറ്റൈറ്റിസ് ബി നിങ്ങളുടെ കുട്ടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കയറും. അതാണാണ് അല്ലെങ്കിൽ പെണ്ണാണ്, അവരുടെ ശരീരത്തിൽ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ അപകടകരമല്ലാതെ നിൽക്കുമ്പോൾ, ഒരു ടെസ്റ്റിലും തെളിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചേർന്നാൽ പിറ്റേ ദിവസം രാവിലെ HPV ഉണ്ടാവും. അവനിലില്ലാത്ത HCV നിങ്ങളിലേക്ക് രൂപാന്തരപ്പെടും. അവനില്ലാത്ത എയ്ഡ്സ് നിങ്ങൾക്കുണ്ടാവും. പക്ഷെ അവന്റെ കയ്യിലുണ്ട് ഈ സാധനം. ഞാൻ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഒതുക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ കൂട്ടായ്മകളെയും ഒന്നിച്ച് പറയുന്നതാണ് അതിൻ്റെ സുഖം. മനസ്സിലായില്ല? ഇവിടെയാണ് സാൽമ്യം, അസാൽമ്യം, അവരസാൽമ്യം എന്നൊക്കെ പറയുന്നത്. ഇത് മനസ്സാണ് ഈ കളിക്കുന്നത്. സത്വം എന്നറിയപ്പെടുന്ന മനസ്സ് ശുദ്ധ സങ്കല്പങ്ങളെ വച്ച് പുലർത്തുമ്പോൾ ഒരാൾ പോലും രോഗിയാകാതിരുന്നൊരു വർണ്ണ വ്യവസ്ഥയെ സാമൂഹികമായി ഉച്ചാടനം ചെയ്ത് മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും രാഷ്ട്രീയവുമെല്ലാം ആധുനികതയിലേക്ക് പുരോഗമിച്ചപ്പോൾ ജാതി മതഭേദമന്യേ ഇന്ത്യക്കാർ രോഗികളായി മാറി. ലോകത്തിലെ ഒന്നാംകിട ആരോഗ്യം നിലനിന്നിരുന്നു എന്ന് ഇബ്നു ബത്തൂത്തയും ഫാഹിയാനും ഹുയാങ്സാങ്ങും ഒക്കെ പ്രഖ്യാപിച്ച സഞ്ചാരികൾ കണ്ട കേരളം. നിങ്ങൾക്ക് അവരുടെ ഒറിജിനൽ ഗ്രന്ഥങ്ങൾ വായിക്കാനാവില്ലെങ്കിൽ വേലായുധൻ പണിക്കശ്ശേരിയുടെ സഞ്ചാരികൾ കണ്ട കേരളമെങ്കിലും എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും ഇതിന് ഉത്തരം. ചരിത്രപരമായി ഇന്ന് ഇത്രയധികം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വന്നിട്ടും നിങ്ങളിൽ പലരും അസ്വസ്ഥമായ ഈ ക്ലാസ്സിലിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണമെന്ന് നിർബന്ധിക്കുന്നവർ പോലും. കാരണം നിങ്ങളുടെ ജാതിയിലെ 2 പേർ, ജാതി സംഘടനയോട് ബന്ധപ്പെട്ട നേതാവായ നിങ്ങളുടെ ജാതിയിലെ 2 പേർ അല്ലെങ്കിൽ ഒരാൾ ആശുപത്രിയിൽ ക്രിട്ടിക്കലാണ്. നിങ്ങളുടെ മതത്തിലെ 2 പേർ അപ്പുറത്ത് ക്രിട്ടിക്കലാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിലെ 4 പേർ ഇപ്പുറത്ത് ക്രിട്ടിക്കലാണ്. നിങ്ങളുടെ ബന്ധുക്കൾ അപ്പുറത്ത് ക്രിട്ടിക്കലാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ പരിപാടിക്കും ഇറങ്ങിത്തിരിക്കുന്നത്. ആം ഐ റൈറ്റ്? ഫോൺ ഓഫ് ചെയ്യാൻ പോലും പ്രയാസമുണ്ട്. സൈലൻസിലിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട്. എപ്പോൾ വേണേ കോൾ വരാം. ഇത്രയായിരം സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടായി കഴിഞ്ഞിട്ടും ആരോഗ്യമെന്നത് മരുമരീചിക പോലെ മിഥ്യയായി തീരുമ്പോൾ മനസ്സെന്ന വിഭൂതിയെക്കുറിച്ച് എത്ര നേരത്തെ പഠിക്കണമായിരുന്നു എന്നാലോചിക്കാനാണ് ഇത് പറയുന്നത്. നോക്കണ്ട, വന്നില്ല, കോഡ് വന്നില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് മാനവ മനസ്സ് പോകുന്ന തലം അവിടെയാണ് ആചാര്യന്മാർ സത്വം ആത്മസംയോഗം കൊണ്ട് ശരീരതന്ത്രകമാവും എന്ന് പറഞ്ഞാൽ ശരീരധാരകവും പ്രേരകവുമാകുന്നു മനസ്സ്. മനസ്സ് ശരീരധാരകവുമാണ്, പ്രേരകവുമാണ്. ശരീരത്തെ ധരിക്കുന്നത് മനസ്സാണ്. ശരീരത്തിലെ എല്ലാ പ്രേരണകളും മനസ്സിൻ്റെയാണ്. വിചിത്രമായത് മനസ്സിൻ്റെ ഈ
പ്രേരകഭാവവും ധാരകഭാവവും ജ്ഞേയമാകുന്നതിൽ വിദ്യാഭ്യാസം ഇന്ന് പങ്കുവഹിക്കുന്നില്ല. മനസ്സ് ഒളിവിലാണ് പ്രവർത്തിക്കുന്നത്. എത്ര കൂടുതൽ പഠിക്കുന്നുവോ അത്രയും ഒളിപ്പൊരു ശക്തമാണ്. അതാണ് ആദ്യം മാറ്റേണ്ടത്. നിങ്ങളുടെ മനസ്സ് എത്ര സൗമ്യമായി കാര്യങ്ങളെ അപഗ്രഥിച്ചുത്തരം പറയാൻ പര്യാപ്തമായി ഇത്രയും കാലം വിദ്യാഭ്യാസമുണ്ട്, ഇത്രയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രവർത്തനം കൊണ്ട്, ഇത്രയും പഠിപ്പ് കൊണ്ട്, ജീവിതത്തിൽ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞു വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി? അവയുടെ ആകത്തുക മാത്രമല്ലേ ദുഃഖം? അതിൽ ഈശ്വരൻ എന്താണ് പങ്ക്? പ്രേരകമായ മനസ്സ് പ്രേരിപ്പിക്കുകയും ചെയ്യുകയും കഴിഞ്ഞ് പ്രേരിപ്പിച്ച മനസ്സ് മാറി നിന്ന് അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിപ്പിക്കുകയും ഒരേ മനസ്സ് പ്രേരകനായും ഭോക്താവായും മാറിക്കളിച്ചു വിലയിരുത്തുമ്പോൾ നിത്യനിരന്തരമായി പാപപുണ്യങ്ങളുടെ ലോകങ്ങളിലൂടെ സമ്പാദിച്ച ഈ മനസ്സ് നിങ്ങളെ കളിപ്പിക്കുന്ന നിലയിൽ നിന്ന് മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് എങ്ങനെ മാറും? നിങ്ങളെന്ന് ഞാൻ പറയുന്നതും ഒരു മനസ്സു തന്നെയാണ്. അച്ഛനോടൊരു വാക്ക് പറഞ്ഞു. പറയുന്നതിന് മുമ്പ് ഈ മനസ്സൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ പറയരുതാത്തത് പറയാതിരിക്കാമായിരുന്നു. തോന്നിയതാണുള്ളിൽ, അത് വേണ്ട നമുക്കെന്ന് കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ല. കഴിഞ്ഞിട്ട് ചെന്ന് പറഞ്ഞു, എനിക്ക് അന്നേരെ തോന്നിയതാണ്. അത് അഹങ്കാരമായി ബാക്കിയുള്ളവരെണ്ണം. സിദ്ധിയുണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ നേരത്തെ പറയത്തില്ലായിരുന്നോ? സാർവഭൗമത്വമുള്ള ഈ മനസ്സിനെ ഉപയോഗിക്കുന്നതിലുള്ള പരാജയം മാത്രമാണ് ജീവിത ദുഃഖം. സാർവഭൗമത്വമുള്ള ഈ മനസ്സിനെ സ്വേച്ഛയിലും പരേച്ഛയിലും അനിച്ഛയിലും കൃത്യമായി കൂട്ടിയിണക്കി ഉപയോഗിക്കുന്നതിലുള്ള സാമർഥ്യമാണ് ആനന്ദം. അതിന്റെ ശബ്ദം ഒരു ശല്യമാണ് തോന്നുന്നു. അതങ്ങ് ഓഫ്. മുകളിലുള്ള ഫാനൊന്നും പറ്റുകയില്ലല്ലേ? കറണ്ടില്ല. കറണ്ടില്ലേ? കണ്ട ഇൻവെർട്ടറാണോ? ജനറേറ്ററാണെങ്കിൽ പിന്നെ ഇട്ടു. കണക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. മൊത്തം കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലേ? കൊടുത്തിട്ടുണ്ടോ? അവർക്ക് മാത്രം കിട്ടിയ ബാക്കിയുള്ളൊരു പ്രതീക്ഷയില്ല. അവിടെ ഉണ്ടാവും. അവിടെയുണ്ട് സ്വിച്ച്. അവിടെയൊക്കെ ഉണ്ട്. അത് ഓൺ ചെയ്താൽ ചൂടൊന്നുമില്ലെന്ന്. ചൂടില്ലെന്ന് കേട്ടോ. ചൂടില്ലെന്ന്. എന്നാ ഓഫ് ചെയ്ത്. ചൂടൊന്നുമില്ലെന്ന്. അത്രയും തണുപ്പാണോ എൻ്റെ ക്ലാസ്? അപ്പോ പ്രേരകനും ധാരകനുമായ മനസ്സ്. ചരകം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് എഴുതിയത്. അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. മനസ്സ് എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഏർപ്പെട്ട് കഴിഞ്ഞാണ്
മനസ്സ് വേറൊരു രൂപം കൈക്കൊണ്ട് വേണ്ടായിരുന്നു. am I right? അത് അങ്ങനെയല്ല, ഇങ്ങനെയാകാമായിരുന്നു.